ഹായ് മക്കളെ, വന്നു നിങ്ങളുടെ 8ാം ക്ലാസ്സിന്റെ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ വന്നു. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ എക്സാമിന്റെ ഡേറ്റ് കുറച്ചധികം മുന്നോട്ടേക്ക് പോയി. സാധാരണ നമ്മൾ പറയുന്നത് ഡിസംബർ 9 സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്ന എക്സാം ഡിസംബർ 11 വെള്ളിയാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ദിവസങ്ങളും ഏതൊക്കെ സമയങ്ങളിലാണ് എക്സാം എന്ന്. അപ്പോൾ നിങ്ങൾ ഈ ടൈം ടേബിളിന്റെ വീഡിയോ നിങ്ങളുടെ പരമാവധി ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ സ്കൂൾ വിട്ടതിന് ശേഷമാണ് ഈ ഒരു ടൈം ടേബിൾ ഗവൺമെന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പരമാവധി ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വിവരം എത്താനായിട്ട് ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ എല്ലാ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ടേബിൾ കിട്ടിയാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ബുധനാഴ്ച 11-ാം തീയതി ബുധനാഴ്ചയാണ് നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെയാണ് എക്സാം. മലയാളം ഫസ്റ്റ്, അറബി, സംസ്കൃതം പോലെയുള്ള ഫസ്റ്റ് ലാംഗ്വേജ് ആണ് എന്ത് അന്നത്തെ പരീക്ഷ. അന്ന് മലയാളം ഫസ്റ്റ്, അറബിക്ക്, സംസ്കൃതം, ഉറുദു ആണ് എന്ത് ബുധനാഴ്ചത്തെ പരീക്ഷ. ഇനി 12-ാം തീയതി വ്യാഴാഴ്ച ഇംഗ്ലീഷാണ്. നിങ്ങൾ ഏവരെയും പേടിപ്പെടുത്തുന്ന ഒരു വിഷയമായിട്ടുള്ള ഇംഗ്ലീഷാണ് 12-ാം തീയതി വ്യാഴാഴ്ച. അത് ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെയാണ്. ഇനി വെള്ളിയാഴ്ച 2 എക്സാം ഉണ്ട്. രാവിലെ നിങ്ങൾക്ക് അത്രയൊന്നും പ്രശ്നമില്ലാത്ത വർക്ക് എക്സ്പീരിയൻസിന്റെ എക്സാം ആണ്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12:45 വരെ വലിയൊരു പേടിപ്പെടുത്താത്ത ഒരു എക്സാമാണ്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നിങ്ങളെ പേടിപ്പെടുത്തുന്ന ഹിന്ദിയുടെ എക്സാമാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ 2 മണി മുതൽ 3:45 വരെ കേട്ടോ. പിന്നെ ശനി ഞായറും ലീവ് തന്നതിന് ശേഷം പിന്നെ നിങ്ങൾക്കുള്ളത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത എന്നാൽ കുറച്ചധികം പഠിക്കാനുള്ള സബ്ജക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ വെള്ളി കഴിഞ്ഞിട്ട് ശനി ഞായർ നിങ്ങൾക്ക് ലീവാണ്. തിങ്കളാഴ്ചത്തെ എക്സാം സോഷ്യൽ സയൻസ് ആണ്. അതും ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം 1:30 മുതൽ 3:15 വരെ കേട്ടോ. ചൊവ്വാഴ്ചത്തെ എക്സാം മലയാളം സെക്കൻഡ് ആണ്. അതും ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെയാണ്. ബുധനാഴ്ച നിങ്ങൾക്ക് ഒരുപാട് ടഫുള്ള ഒരു വിഷയമായിട്ടുള്ള ബേസിക് സയൻസ് ഉച്ചയ്ക്ക് 1:30 മുതൽ 3:45 വരെ. ശ്രദ്ധിക്കണേ, 18-ാം തീയതി ബുധനാഴ്ച ബേസിക് സയൻസ് ആണ്. ഉച്ചയ്ക്ക് 1:30 മുതൽ 3:45 വരെ. ഇനി വ്യാഴാഴ്ച നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള വിഷയമായിട്ടുള്ള മാത്തമാറ്റിക്സ് അഥവാ മാത്സ് അഥവാ ഗണിതം ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെ. അപ്പോൾ 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാം അവസാനിക്കുന്നത് 19-ാം തീയതിയാണ്. 20-ാം തീയതി നിങ്ങളുടെ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷനും കൂടി കഴിയുമ്പോൾ ഇതൊരു അവസാനിക്കും. അപ്പോൾ ഏകദേശം 30ഓളം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലുമായിട്ട് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുണ്ട്. ഇനിയും പഠിച്ചിറങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ പഠിച്ചിറങ്ങുക. കാരണം ടൈം ടേബിൾ വന്നു. എന്നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക, ഏത് സമയത്താണ് എക്സാം ഉള്ളത്, എല്ലാ കാര്യവും നമുക്കറിയാം. ഇതിൻ്റെയൊക്കെ ലൈവുകൾ നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യും. നിർബന്ധമായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ നോട്ട് കിട്ടാനായിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. പരമാവധി ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. സെറ്റാക്കുക, റെഡിയാക്കുക, ഓക്കെ ആക്കുക. ബൈ.